വർക്കലയിൽ യുവതിയെ ബൈക്കിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പോലീസ് പിടിയിലായി. മരണപ്പെട്ട ലിജിയുടെ ബന്ധുവും അയൽവാസിയുമായ ബിജുവാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ 25-നാണ് ലിജി മരിച്ചത്. ലിജിയെ ബൈക്കിടിച്ച് കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ലിജിയുടെ ബന്ധുവും അയൽക്കാരനുമായ വർക്കല മുണ്ടയിൽ സ്വദേശി ബിജുവിനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിജു നിരവധി തവണ ലിജിയെ ശല്യപ്പെടുത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. ബിജു ഒരു കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നിരവധി മൊബൈൽ ഫോണുകളും ബൈക്കുകളും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നൊക്കെ സ്റ്റേറ്റ്മെന്റും ഇതിന്റെ സാഹചര്യത്തിൽ നിന്നും മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആ മേഖലയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് പ്രതിയെ കണ്ടുപിടിക്കാനായത്. തികച്ചും ഈ ഒരു സയൻറ്റിഫിക് എവിഡൻസുകൾ നമുക്ക് വളരെ അനുകൂലമായിട്ട് ഈ പ്രതിയെ കണ്ടെത്തുന്നതിനെ സഹായിച്ചിട്ടുണ്ട്. 100ഓളം പേരെ ചോദ്യം ചെയ്തതായും പോലീസ് അറിയിച്ചു. യമഹ ലിബറോ ബൈക്ക് കസ്റ്റഡിയിലെടുത്തതായും പോലീസ് പറഞ്ഞു. ബിജുവിനെ നേരത്തെ നിരവധി തവണ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് ബിജുവിനെ കുടുക്കിയത്. ലിജിയെ ബിജു നിരവധി തവണ ശല്യം ചെയ്തിരുന്നുവെന്നും ഇംഗിതത്തിന് വഴങ്ങാത്തതിനെ തുടർന്നായിരുന്നു ഒടുവിലത്തെ ആക്രമണമെന്നും പോലീസ് പറയുന്നു. AC ന്യൂസ്, വർക്കല. ലിജിയുടെ ഘാതകൻ ബിജുവാണെന്ന് നാട്ടുകാരിൽ പലർക്കും വിശ്വസിക്കാനാവുന്നില്ല. കാരണം ലിജി അത്യാസന്ന നിലയിൽ ആയതു മുതൽ മരണാനന്തര ചടങ്ങുകളിൽ വരെ ബിജു മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ലിജിയെ ബൈക്കിടിച്ചു കൊലപ്പെടുത്തിയത് ബിജുവാണെന്ന് ആരും നനച്ചിരിക്കാൻ സാധ്യതയില്ല. കാരണം മരണവീട്ടിൽ എല്ലാറ്റിനും മുൻപന്തിയിൽ നിന്നത് ബിജുവായിരുന്നു. ലിജിയുടെ ശവശരീരം ആംബുലൻസിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റുമ്പോൾ ബിജു ഉണ്ടായിരുന്നു. ലിജിയുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നൽകിയതും ബിജുവായിരുന്നു. ലിജിയുടെ മൃതദേഹവുമായി വർക്കല പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച വേളയിലും ബിജു മുന്നിൽ നിന്നു. അത്യാസന്ന നിലയിൽ ലിജി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നപ്പോഴും ബിജു സഹായത്തിനുണ്ടായിരുന്നു. പക്ഷേ പ്രതി ബിജുവാണെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. AC ന്യൂസ്, വർക്കല. ലിജിയെ ബൈക്കിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ബിജുവാണെന്ന് പോലീസ് തറപ്പിച്ചു പറയുമ്പോഴും ബിജു പ്രതിയായത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ പോലീസ് തയ്യാറല്ല. അന്വേഷണം തുടരുന്നതിനാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ആവില്ലെന്നാണ് പോലീസ് പറയുന്നത്. ലിജിയെ ബൈക്കിടിച്ച് കൊലപ്പെടുത്തിയത് ബിജുവാണെന്ന് പോലീസ് പറയുമ്പോഴും ബിജു എങ്ങനെ പ്രതിയായെന്ന് അടിവരയിട്ട് പറയാൻ പോലീസിനാകുന്നില്ല. അന്വേഷണം തുടരുന്നതിനാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ആവില്ലെന്നാണ് പോലീസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ബിജുവിന്റെ മൊഴിയിലെ വൈരുദ്ധ്യം മാത്രമാണ് പോലീസ് പരാമർശിക്കുന്നത്. മരിക്കും മുമ്പ് ലിജി പോലീസിന് നൽകിയ മൊഴിയിൽ അക്രമിയെ കണ്ടാൽ തിരിച്ചറിയുമെന്നാണത്രേ പറഞ്ഞിരുന്നത്. മുൻപരിചയമില്ലെന്നും പറഞ്ഞിരുന്നു. ഇതും വൈരുദ്ധ്യമുളവാക്കുന്നു. കാരണം ബിജു ലിജിയുടെ അയൽവാസിയും ബന്ധുവുമാണ്. പ്രതിയുടേതെന്ന് സംശയിക്കപ്പെടുന്ന ചെരുപ്പ് സംഭവസ്ഥലത്തു നിന്നും കണ്ടെടുത്തിരുന്നു. പക്ഷേ ഇത് ബിജുവിൻ്റേതാണെന്ന് ഉറപ്പിക്കാൻ പോലീസിനായിട്ടില്ല. ലിജിയുടെ ബാഗും കണ്ടെത്താനായിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ പോലീസിനായില്ല. അത് പോലീസിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പോലീസിന് സൂചന ലഭിച്ചാലും അത് എന്താ പറയുന്നത്, നമുക്ക് കൺവിൻസ്ഡ് ആവുന്നത് വരെ നമ്മൾ അയാളെ ചുറ്റിപ്പറ്റി നിൽക്കും. കേസന്വേഷണത്തിൽ നിർണായകമായതൊന്നും പോലീസ് പരാമർശിക്കുന്നുമില്ല. എന്നാൽ ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും കോടതിക്ക് മുന്നാകെ ഇവ നിരത്തുമെന്നുമാണ് വർക്കല CI ഷാജി പറഞ്ഞത്. AC ന്യൂസ്, വർക്കല.